ഞാൻ പറയും ഇതിന്റെ അടി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇവിടെ തോടിന്റെ സൈഡിലായിട്ട് കുറച്ച് ചേമ്പ് നട്ടിട്ടുണ്ട്. ഇത് ചീമച്ചേമ്പാണ്. ഇത് ചീരച്ചേമ്പ്, നമുക്ക് തോരൻ വയ്ക്കാനൊക്കെ എടുക്കുന്ന ചീരച്ചേമ്പാണിത്. നമ്മൾ ചാക്കിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം കുറച്ച് പയറായിട്ട് നട്ടിരുന്നത്. അപ്പം വെയിലില്ലായിരുന്നു, ഇവിടെ കപ്പയൊക്കെ വളർന്നിരുന്നതുകൊണ്ട് വെയിലില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ പയറൊക്കെ അപ്പുറത്തേക്ക് മാറ്റി. പിന്നെ നമ്മളിവിടെ ചാക്കിലായിട്ട് ചേമ്പ് വെച്ചിട്ടുണ്ട്. ഈ ചാക്ക് വെച്ചിരിക്കുന്ന ചേമ്പ് നമ്മൾ ഒട്ടും മണ്ണില്ലാതെയാണ് വെച്ചിരിക്കുന്നത്. അടിയിൽ കോഴിവളമൊക്കെ ഇട്ടിട്ട് നിറച്ച് ചവറാണ് നിറച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടോ ഇങ്ങനെ ചവർ നിറച്ചിട്ട് ചേമ്പ് നട്ടേക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ വിളവെടുപ്പ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു ചേമ്പുണ്ടായാൽ പോലും അത് നമ്മൾ കാണിക്കും, അടുത്ത വീഡിയോയ്ക്ക് കാണിക്കും കേട്ടോ. ഒരുപാട് പോഷക ഗുണമുള്ള ഒന്നാണ് കേട്ടോ ഈ ചീരച്ചേമ്പ്. നമുക്കിത് ഒരു ചുവട് മതി നമുക്ക് ആവശ്യത്തിന് തോരൻ വയ്ക്കാനൊക്കെ ആയിട്ട് എടുക്കുക. ഇതിന്റെ തണ്ടും ഇലയും തോരൻ വയ്ക്കാൻ എടുക്കും. നമുക്ക് ഇതിന്റെ കണ്ടിച്ച് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പുതിയ നാമ്പ് പൊട്ടി വരും. ഒരു ചീനിത്തയ്യ ഇത് തന്നെ മുളച്ചു വന്നാകട്ടോ. 6 പൊക്കമെങ്കിലും കാണും. ഇത് നിറച്ച് മുളക് ഉണ്ടാകും. ഇത് നമ്മൾ വളപ്രയോഗം നടത്താറില്ല, നിറച്ച് മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതാ ഇവിടെ ഇത് കണ്ടോ, വള്ളിച്ചീര. ഇത് നടുവേദനക്കാർക്കൊക്കെ നല്ലതാണ് കൂട്ടിക്കഴിഞ്ഞാല്. ഇത് നമ്മൾ വെണ്ടക്കായൊക്കെ വെക്കുന്ന പോലെ ഒരു കൊഴുപ്പാണുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ കായ ഇവിടെ നിറച്ചുണ്ടായിരുന്നു. ഇതിന്റെ കായ വിത്ത് പൊട്ടി വീണിട്ട് ഇവിടെ നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഔഷധ ഗുണമുള്ള ഒരു ഐറ്റമാണ് ഈ വള്ളിച്ചീര. ഇത് നമ്മൾ 3-4 ചാക്കിനകത്തായിട്ട് കരിയില മാത്രം ഉപയോഗിച്ചിട്ട് ഇഞ്ചി നട്ടിരിക്കുന്നതാണ്. ഇതിനും അടിയിലെ കോഴിവളം മാത്രമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇഞ്ചിയൊക്കെ നല്ല കരുത്തോടെ വന്നിട്ടുണ്ട്. ഇത് ഒരു കവറിനകത്ത് മഞ്ഞൾ നട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പടവലം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വെണ്ടയൊക്കെ വെച്ചിട്ടുണ്ട്. അതിപ്പോ നമുക്ക് വെയിലിന്റെ ഒരു കുറവുണ്ട് ഇവിടെ. അതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ പറമ്പിലെ കപ്പ ഇട്ടതിന്റെ സൈഡില് വരമ്പത്തോടെയാണ് വെച്ചിരിക്കുന്നത്. അത് കാണിച്ചത്. അപ്പോൾ നമ്മളിവിടെയാണ് ഇത് കുറച്ച് ആനക്കൊമ്പൻ വെണ്ട, ആനക്കൊമ്പൻ വഴുതനയാണ് നട്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം നട്ടിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ഇടുന്നുണ്ട്. നമുക്ക് അവിടെ വെയിലിന്റെ കുറവുള്ളതുകൊണ്ട് ഇങ്ങോട്ട് നട്ടേക്കുന്നതാണ്. കപ്പ നമ്മുടെ അല്ല കേട്ടോ. ഇവിടെ ഈ കൈത്തോട് ഇങ്ങനെയുള്ളതുകൊണ്ട് എപ്പോഴും പുല്ലെല്ലാം എപ്പോഴും കിളിച്ച് കയറി വരും. ഞാൻ എല്ലാ ദിവസവും തന്നെ ഇങ്ങനെ പറിച്ച് കളയുന്നുണ്ട്. വെണ്ടക്കായ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതാ ഇത്രേ ആയിട്ടുള്ളൂ. അപ്പൊ ഇതിലും ചെറുതായിരുന്നപ്പോൾ തന്നെ ഇതിൽ വെണ്ടയ്ക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ആ വെണ്ടയ്ക്ക ഉണ്ടാകുന്നത് നുള്ളിക്കളയണം. ഇല്ലെങ്കിൽ നമുക്ക് തണ്ട് വണ്ണം വയ്ക്കാത്ത കൊണ്ട് കൈ മറിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ഈ കമ്പൊക്കെ നാട്ടിൽ പൊട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഭയങ്കര കാറ്റും മഴയൊക്കെ അല്ലായിരുന്നോ, അതെല്ലാം പെടന്ന് വീഴും. അതുകൊണ്ടാണ് ഈ കമ്പ് താങ്ങായിട്ട് കൊടുത്തേക്കുന്നത്. അവിടെ ഉണ്ട് വെണ്ട. ചെടിയുടെ ഇടയ്ക്കൂടെ എല്ലാം വെണ്ടയും വഴുതനയും വെച്ച് കൊടുത്തേക്കാണ്. ഇവിടെ സൂര്യപ്രകാശമുണ്ട്. ഇത് നമ്മുടെ പച്ചവെണ്ട. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്.
ഇത് നമുക്കൊരു 3 ചുവടായിപ്പോൾ ഉണ്ടായിരിക്കണേ. ഇതിന്റെ വിത്ത് നമ്മൾ ഇതിനെ പാകിയിട്ടുമുണ്ട്. അപ്പൊ ഇതിന് അത്യാവശ്യം നമുക്ക് ഇടയ്ക്ക് വെണ്ടയ്ക്കൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഇത് വഴുതന വയലറ്റ് വഴുതന വേറെ അപ്പുറേ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. വയലറ്റ് വഴുതന അത്യാവശ്യം ഉണ്ടാകാറുണ്ട് ഇടയ്ക്കൊക്കെ. നമുക്ക് ആവശ്യത്തിന് കറിക്കുള്ള വഴുതന ഇവിടുന്ന് കിട്ടാറുണ്ട്. പച്ചമുളകൊക്കെ ധാരാളം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം പറിച്ച് പെട്ടെന്ന് തന്നെ അടുത്ത പൂവ് ഇടുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യമുള്ള പച്ചമുളക് നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടാറുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് പയർ നട്ടിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ പയറിന്റെ ഇതെല്ലാം കഴിഞ്ഞു. അപ്പൊ അതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് അവിടെ വേറെ വിത്താണ് പാകിയിരിക്കുന്നത്. ഇത് അർത്തമംഗള, കാർകൂന്തല്, കഞ്ഞിത്തൊഴി പയർ അതൊക്കെ മിക്സ് ചെയ്തിട്ടേക്കുന്നതാണ്. വേര് വന്നിട്ടുണ്ട്, പൂവിടാറായിട്ടുണ്ട്. ചോലയാണുള്ളത്. സൂര്യപ്രകാശത്തിന്റെ കുറവ് കാരണമാണ് പൂ, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇത് പൂവിട്ടേനായിരുന്നു. ഇതെല്ലാം നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ്. പൊന്നാങ്കണ്ണി ചീര കണ്ണിന്റെ കാഴ്ചശക്തിക്കൊക്കെ വളരെ നല്ലതാണ്. ഇത് എവിടെയെങ്കിലും ഒരു ചുവട് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം പടർന്ന് ഇവിടെ എല്ലാം ആകും. ഇതിന് പ്രത്യേകിച്ച് വളപ്രയോഗമൊന്നും നമ്മൾ ചെയ്യാറില്ല. നമ്മൾ അവിടെ നട്ടിട്ടുണ്ട് ബക്കറ്റിലായിട്ട്. തക്കാളി ഇപ്പൊ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. മഴക്കാലത്ത് തക്കാളി അധികമായിട്ടുണ്ടാവില്ല, എങ്കിലും നമുക്ക് അത്യാവശ്യം കറിക്കുള്ളതൊക്കെ ആവും. ഇതേ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ 2-3 തൈ വേറെ വെച്ചിട്ടുണ്ട്. മണിത്തക്കാളിയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ചീര, ചുവന്ന ചീര ഉണ്ടായിരുന്നതൊക്കെ മഴക്കാലമായപ്പോഴത്തേക്കും പോയി. ഇതൊരു മൈപ്പീൽ ചീരയുടെ തൈയാണ്. എല്ലാത്തിനും വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. മഴക്കാലത്ത് പച്ചച്ചീരയാണ് നന്നായിട്ട് വളരാനായിട്ട് നല്ലത്. പച്ചച്ചീരയുടെ വിത്ത് നമുക്കില്ല. ഒരു പ്രാവശ്യം പച്ചച്ചീര വിത്ത് മേടിച്ച് പാകിയത് അത് ഇപ്പച്ചീരയായിരുന്നു. അപ്പൊ അത് നമുക്കിനി പച്ചച്ചീരയുടെ വിത്ത് എവിടെയെങ്കിലും സംഘടിപ്പിക്കണം. പച്ചച്ചീര മഴക്കാലത്ത് നന്നായിട്ടുണ്ടാവും. ഇത് പച്ചവഴുതനയാണ്. നമുക്ക് ഇടയ്ക്ക് മിക്കവാറും തന്നെ കറിക്ക് വഴുതനങ്ങ കിട്ടാറുണ്ട് ഇതിന്ന്. ഇപ്പൊ 2 വർഷത്തോളമായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഇത്. ഇത് വാളരിപ്പയറാണ് കേട്ടോ. വാളരിപ്പയർ നമുക്ക് പൂവിടാറാകുന്നേ ഉള്ളെന്ന് തോന്നുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഇത് നമ്മുടെ ജയതീശ്വരി പ്ലാവാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ആഡ് ചെയ്തേക്കാം, അതെല്ലാവരും ഒന്ന് കാണണം. ഇത് നമുക്ക് നട്ട് 3-ാം വർഷം കായ്ച്ചിരുന്നു. ഒരുപാട് സ്ഥലമൊന്നും വേണ്ട നടാനായിട്ട്. പിന്നെ ഇത് കൂടാതെ നമുക്ക് വിയറ്റ്നാം എയർലി വേറൊരു പ്ലാവ് ഉണ്ട്, നമ്മുടെ കുഞ്ഞൻ പ്ലാവ് ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് വർഷത്തിൽ 2 തവണ കായ്ക്കുന്നതാണ്. ഇപ്പൊ ഇതേ കഴിഞ്ഞ തവണ കായ്ച്ചിട്ട് 1 മാസത്തെ ഒരു ഗ്യാപ്പേ വന്നുള്ളൂ. പിന്നെ അടുത്ത കായ്ച്ചിട്ടുണ്ട്. വർഷത്തിൽ 2 തവണ നമുക്ക് ചക്ക ഉണ്ടാകും ഇതില്. ഇത് നട്ട് 2-ാം വർഷം നമുക്ക് കായ്ച്ചിരുന്നു. ഇത് 1 വർഷം ആകുമ്പോഴത്തേക്കും ചക്ക ഉണ്ടാവേണ്ടതാണ്. നമുക്കിവിടെ ചോലയായി പോയത് കൊണ്ട് മാത്രം 2 വർഷം കഴിഞ്ഞാണ് ചക്ക ഉണ്ടായി തുടങ്ങിയത്. കായ്ച്ചു തുടങ്ങിയപ്പോൾ എല്ലാ വർഷവും 2 വർഷം വെച്ച് നമുക്ക് ചക്ക ഉണ്ടാവാറുണ്ട് ഇതില്. നമ്മുടെ കറിവേപ്പ് ഇപ്പം നന്നായിട്ടുണ്ട്. ഇലയ്ക്കൊരു കോട്ടം വന്നായിരുന്നു. ഇപ്പൊ മഴയൊക്കെ ആയപ്പോഴത്തേക്കും നന്നായി വന്നിട്ടുണ്ട്. കറിവേപ്പിന് നമ്മൾ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. അതിന്റെ ഇലയൊക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ അകത്തിച്ചീരയാണ്. അകത്തിച്ചീര ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. നമുക്ക് ഒരു അകത്തിച്ചീര ഉണ്ടായിട്ടുണ്ട്.
ഇതിലെല്ലാം പയറിന്റെ വിത്താണ് ഇട്ടിരിക്കുന്നത്. അത് പയർ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ചുരക്കാട് തൈ ആയിരുന്നു. അത് കണ്ട കീടത്തിന്റെ ഉപദ്രവം കാരണം അതെല്ലാം പോയി. മഴ വലിയ പ്രശ്നമാണ്. മഴയത്ത് തൈയൊക്കെ ഒന്ന് റെഡിയായി വരുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമ്മൾ ജൈവ കീടനാശിനികളൊക്കെ തളിച്ചാണ് വയ്ക്കുന്നത്. ഇത് പയറിന്റെ വിത്താണ് ഇട്ടിരിക്കുന്നത്. അത് മുളച്ച് തുടങ്ങിയിട്ടുണ്ടേ. നമ്മൾ പയർ വിത്തിട്ട ശേഷം നമ്മളിതൊന്ന് മൂടിയിടണം. മൂടിയിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് മുളയ്ക്കാനായിട്ട് അത് ഉപയോഗിക്കും. ഇതൊരു പാവലിന്റെ തൈ. നമുക്ക് വാർക്കയുടെ പൊക്കത്തേക്ക് നമ്മൾ പാവല് നന്നായിട്ട് കയറ്റി വിട്ടിരുന്നായിരുന്നേ. നല്ല ടേസ്റ്റുള്ള നല്ല വെള്ള പാവയ്ക്കായിരുന്നു, കയ്പൊക്കെ കുറവുള്ള. അപ്പൊ അത് ആ മഴ തുടങ്ങിയ സമയത്ത് 2 ദിവസം നിർത്താതെ മഴ പെയ്തപ്പോൾ നമുക്ക് ജൈവ കീടനാശിനി ഒന്നും തളിച്ചു കൊടുക്കാൻ പറ്റാതെ വന്നപ്പോഴത്തേക്കും കീടത്തിന്റെ ഉപദ്രവം കാരണം അത് മുഴുവൻ നശിച്ചുപോയി. അപ്പൊ നമുക്ക് അതിൽ നിന്നൊരു തൈ കിളുത്ത് കിട്ടിയത്, വിത്തെടുക്കാനും പറ്റിയില്ല. അപ്പൊ അതിൽ നിന്നൊരു തൈ ഇവിടെ കിളുത്ത് കിട്ടിയത് ഞാനത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നല്ല പാവയ്ക്ക ആയതുകൊണ്ട് ഇവിടെ പിടിപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പൊ എന്നിട്ടും ഇതിൽ കീടത്തിന്റെ ആക്രമണമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളിവിടെ കുറച്ച് കാന്താരിത്തൈ നട്ടിരുന്നതാണ്. ഇവിടെ ഇപ്പം വെള്ളം കുത്തി ഒഴുകി വീഴുന്ന സ്ഥലമായതുകൊണ്ട് അതൊരു വളർച്ച സുഖമായില്ല. ഇനിയിപ്പം നമുക്ക് ഈ ജാറ് മാറ്റി എവിടെയെങ്കിലും വെച്ചിട്ട് വേറെ തൈ നട്ടു കൊടുക്കണം. അപ്പൊ ചെറുതാണെങ്കിലും ഒരു അടുക്കളത്തോട്ടം സെറ്റ് ചെയ്യാനായിട്ട് ആർക്കും സാധിക്കും. അപ്പൊ നമ്മൾ ജൈവ കീടനാശിനികൾ ഉണ്ടാക്കുന്നത്, വളപ്രയോഗം, ഇതെല്ലാം പല വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ നമ്മൾ ലിങ്ക് ആഡ് ചെയ്തേക്കാം, അതെല്ലാവരും കയറി കാണണം. നമുക്ക് മഴക്കാലത്താകുമ്പോഴത്തേക്കും വളപ്രയോഗമൊക്കെ വ്യത്യാസമുണ്ട്. ദ്രാവക രൂപത്തിലല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ചെറിയ ഒരു അടുക്കളത്തോട്ടമാണ്. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.